നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് നന്ദി അറിയിച്ച് നിയുക്ത എംഎൽഎയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന പാർട്ടിയല്ല ബി.ജെ.പി. എന്ന തെറ്റിദ്ധാരണ ജനങ്ങൾ തന്നെ തിരുത്തി. 3 സീറ്റിലുപരി 15% മലയാളികളാണ് മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. 30 ലക്ഷം ജനങ്ങളെയും 3 എംഎൽഎമാരെയുമാണ് ബി.ജെ.പിക്ക് ലഭിച്ചതെന്നും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. പ്രാദേശിക നേതൃത്വത്തെ ശക്തിപ്പെടുത്തി മുന്നേറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഇലക്ഷൻ റിസൾട്ട്സിൽ എല്ലാവരുടെയും അധ്വാനം ഉണ്ടായിരുന്നു. എല്ലാവരും ഇതിൽ പങ്കെടുത്തു. എല്ലാവർക്കും ഞാൻ പാർട്ടിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. കൺഗ്രാജുലേഷൻസും ഞാൻ പറയുന്നു. ഈ 12 മാസം ബി.ജെ.പി. എൻ.ഡി.എ ജയിക്കുന്ന പാർട്ടിയല്ല എന്ന ഒരു പെർസെപ്ഷന് നമ്മൾ കൃത്യമായി മാറ്റിയിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്തെല്ലാം പിടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇന്ന് 3 എംഎൽഎമാർ അസംബ്ലിന്റെ ഉള്ളിൽ 30 ലക്ഷം ജനങ്ങളുടെ സ്വപ്നങ്ങളും ആശയങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എലക്ട് ചെയ്തു. ഇതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. വീണയുണ്ട് മാരാർജി ഭവനിൽ നിന്നും വിശദാംശങ്ങളുമായി. വീണ, വളരെ നിർണായകമായൊരു യോഗമാണ് നടക്കുന്നത്. ബി.ജെ.പി. 980 രൂപീകൃതമായ ശേഷം കേരളത്തിൽ വിവിധ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം ഈ നിയമസഭയിലാണ് നടത്തിയത്. 3 എംഎൽഎമാരെ കിട്ടിയിരിക്കുന്നു. വലിയ വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സമിതിയെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്? ഗൗതം, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ആരംഭിച്ചത്. വളരെ സന്തോഷത്തോടെയൊപ്പം തന്നെ അഭിമാനപൂർവ്വം ചേരുന്നൊരു നേതൃയോഗമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ചരിത്ര വിജയം, ആ വിജയത്തിൻ്റെ ആഹ്ലാദം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് നേതാക്കൾ ആ ഒരു യോഗത്തിലേക്ക് എത്തിയത്. ആ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ആ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ അധ്യക്ഷന്മാരും ഒപ്പം തന്നെ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രവർത്തനം, തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച പ്രവർത്തനം, ഒപ്പം തന്നെ ഒരു വിജയത്തിലേക്ക് വഴിതെളിച്ച സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ തുടർന്ന് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ അജണ്ടകൾ, അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചപ്പോൾ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചു. ആ അധ്വാനം, എല്ലാവരുടെയും അധ്വാനം തന്നെയാണ് 3 സീറ്റുകൾ ബി.ജെ.പിക്ക് 3 എംഎൽഎമാരെ സൃഷ്ടിക്കുവാനുള്ള വഴി ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 15% വർദ്ധിച്ചു. അതുപോലെ തന്നെ 30 ലക്ഷം ജനങ്ങളുടെ വിശ്വാസം ബി.ജെ.പിക്ക് ലഭിച്ചു. ഒപ്പം തന്നെ 3 എംഎൽഎമാരെ കൂടി ലഭിച്ചു എന്നുള്ളത് ചരിത്രപരമായ നേട്ടം തന്നെയാണ്. നിയമസഭാ ജനപ്രതിനിധികൾ എന്ന നിലയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി അടുത്ത 5 വർഷവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം, വികസിത അനന്തപുരി എന്ന ലക്ഷ്യങ്ങൾക്ക് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചതിൻ്റെ തെളിവായ ഈ വിജയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഇരട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിലടക്കം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രാദേശികപരമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും ഒപ്പം തന്നെ നിലവിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിൻ്റെ കാര്യത്തിലുമൊക്കെ നാട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നും നിയമസഭയിൽ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ കൃത്യമായിട്ട് ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുകയും അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇടതു വലതു മുന്നണികളുടെ ഭരണം എന്താണെന്ന് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാറി മാറി ഭരിക്കുമ്പോൾ പല വാഗ്ദാനങ്ങൾ നൽകുന്നു, പിന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാഴ്ച. 10 വർഷം ഭരിച്ച CPM-ന്റെ ഭരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി CPM ഭരണത്തിലേക്ക് വരില്ല. അവരുടെ ആ ഒരു സാഹചര്യം, വീണ്ടും ഭരണത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം വട്ടപൂജ്യമാണെന്ന് വ്യക്തമാക്കി. ഒപ്പം തന്നെ നിരവധി വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറാൻ പോകുന്ന UDF സർക്കാർ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ കൃത്യമായി അതിൽ ഇടപെടൽ നടത്തും. ബി.ജെ.പി. അതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഖജനാവിലടക്കം സാമ്പത്തിക സ്ഥിതിയടക്കം മോശമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങൾക്ക് വലിയ തരത്തിൽ തുക കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ സമ്മതിക്കില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തുമെന്നും പറയുകയുണ്ട്. ഒപ്പം തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ 30 ലക്ഷം ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് അത് വരും നാളുകളിൽ അത് വർദ്ധിപ്പിക്കേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് കൂടി പറയുകയുണ്ട്. ഒപ്പം തന്നെ ഈ 3 എംഎൽഎമാരെയും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഒരു നേതൃയോഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ പൊന്നാട അണിയിച്ചുകൊണ്ട് സ്വീകരിക്കുകയും വരും ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള
എന്നുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുക. ഏകദേശം ഒരു 3 മണി അല്ലെങ്കിൽ 4 മണിയോട് കൂടിയായിരിക്കും ഒരു നേതൃയോഗം അവസാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും ഒപ്പം തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുവാനുള്ള അവസരം കൂടി ഉണ്ടാകുമെന്നും അത്തരത്തിലുള്ള തുറന്ന ചർച്ചകളാണ് വേണ്ടതെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും BJPയുടെ കോർ കമ്മിറ്റി നടന്നിരുന്നു. ആ കോർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ദൃശ്യമാധ്യമങ്ങളടക്കം തെറ്റായ വാർത്തകൾ നൽകിയിരുന്നു. ആ വാർത്തകൾ ശരിയല്ല, അത്തരത്തിലുള്ള ഒരു വിമർശനവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചില മുതിർന്ന നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം യോഗത്തിൽ ഉയർന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ വാർത്തകൾ തെറ്റാണെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ BJPയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തു എന്ന വാർത്തകളും പുറത്തു വന്നു. ആ വാർത്തകളൊന്നും ശരിയല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. BJPയുടെ 3 MLA-മാരും 3 പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അവർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. ജനഹിതത്തിന് വേണ്ടി, ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ തന്നെ ഈ 3 MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നേതൃയോഗത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നടന്ന ഈ ഒരു ചർച്ചയിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചർച്ചയിലും ഉദ്ഘാടന സമ്മേളനത്തിലും മുതിർന്ന നേതാക്കളടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഗൗതം. ഓക്കെ BJPയുടെ സംസ്ഥാന നേതൃയോഗം മാരാർജി ഭവനിൽ പുരോഗമിക്കുകയാണ്. BJP ഇനിയും വരുന്ന കാലഘട്ടങ്ങൾ BJPയുടേതാണെന്നും ഒപ്പം 3 MLA-മാർ എന്നതിനപ്പുറത്തേക്ക് ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആളുകളുടെ പിന്തുണയുള്ള പാർട്ടി എന്ന നിലയിലേക്ക് BJP വളർന്നുവെന്നാണ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. വീണയാണ് മാരാർജി ഭവനിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.